എല്ലാവർക്കും നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാരുടെ സ്വർഗ കാഴ്ചകളിലേക്ക് ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ സ്വർഗത്തിലേക്ക് സ്വർഗ കാഴ്ചകൾക്ക് ശക്തിയും ഊർജവും പകരുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഡിവൈനിലുള്ള കൊച്ചുകൂട്ടുകാരാണ്. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ല കൂട്ടുകാരെ, അടിച്ചു പൊളിക്കുമല്ലേ? ഈശോയെ സ്നേഹിക്കാൻ പോലെ? ആർ യു റെഡി? ഒരു എനർജി വരുന്നില്ലോ. ആർ യു റെഡി? സ്വർഗത്തില് ഭയങ്കര എനർജിയാണ്. ബൈബിള് പറയുന്ന പ്രകാരമാണെങ്കിൽ സ്വർഗത്തിലെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ചിന്തിക്കാൻ പറ്റാത്ത എനർജിയാണ് സ്വർഗത്തിൽ. എന്താണെന്നറിയോ സ്വർഗത്തിലെ എനർജിയുടെ പ്രത്യേകത? ബൈബിൾ എഴുതിയേക്കാണ്, സ്വർഗത്തില് മാലാഖമാര് ഇടിപ്പെട്ടുന്ന പോലെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീര ഇടിമുഴക്കം പോലെ ആരാധിക്കുന്നു എന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. എങ്ങനെയാണ്? ഗംഭീര ഇടിമുഴക്കം. അപ്പൊ സ്വർഗത്തിലെ വൈബ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഹല്ലേലൂയ അല്ലേ, നമുക്കൊരു വലിയ എനർജി ഒന്നും ഇല്ല. അപ്പൊ സ്വർഗത്തിലെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുട്ടാൻ പറ്റില്ല, അത്ര എനർജിയാണ് സ്വർഗത്തില്. അപ്പൊ നമുക്കിവിടെ എനർജി വേണ്ടേ? സ്വർഗത്തിന്റെ വൈബ് വേണ്ടേ? ആന്നാ പറഞ്ഞേ, ആർ യു റെഡി? അപ്പോ പ്രേക്ഷകരെ, ഞങ്ങൾ സ്വർഗ കാഴ്ചയ്ക്ക് ഇവിടെ തിരികൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. അപ്പോ ഓർക്കണം, സ്വർഗത്തില് നല്ല വൈബാണ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഇടിമുഴക്കം. ഗംഭീര ഇടിമുഴക്കം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണോ? ഇഷ്ടമാണ്. പക്ഷെ കട്ടിലിന്റെ അടിയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ചിലപ്പോൾ അമ്മേനെ കെട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. ഗംഭീര ഇടിമുഴക്കം, ഒരു സൗണ്ട് കേട്ട നമ്മൾ പേടിച്ചു. അത്ര ശക്തിയിലാണ് വൈബ് സ്വർഗത്തില്. അപ്പൊ സദാസമയം സ്വർഗത്തിൽ ഇങ്ങനെ ഇടിമുഴക്കം പോലെ ആരാധന കേട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സുഖിച്ചിരിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഈശോ. അപ്പൊ നമ്മൾ എന്ത് എനർജി കൊടുക്കണം? വേണ്ടേ? അപ്പൊ ഒരു പാട്ട് പഠിപ്പിക്കാൻ പോണ്. നല്ല എനർജി. മാലാഖമാരൊക്കെ എത്തി നോക്കണം എന്താ അവിടെ പരിപാടി എന്ന് എത്തി നോക്കണം. ജീവിതം ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കല്ലേ. പഠിക്കേ. ജീവിതം ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കല്ലേ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു. പഠിക്കേ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു. അത് നോക്കി ഇത് നോക്കി വെറുതെ പാഴാക്കല്ലേ. പഠിക്കേ. അത് നോക്കി ഇത് നോക്കി വെറുതെ പാഴാക്കല്ലേ. ലാ ലല്ലാ 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 ലല്ലാ. റെഡി? ലാ ലല്ലാ 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 ലല്ലാ. കാ കാഴ്ചയ്ക്കു പിറകെ പോകാതെ. കമാൺ. കാഴ്ചയ്ക്കു പിറകെ പോകാതെ. അടുത്ത ലൈൻ. കേൾവിക്കു പിറകെ പോകാതെ. കമാൺ. കേൾവിക്കു പിറകെ പോകാതെ. കൂട്ടുകൂടി അധികം കറങ്ങാതെ. എനർജിയില്. ജീവിതത്തിൽ ലക്ഷ്യം തേടിപ്പോയിടൂ, ജീവന്റെ നാഥനൊപ്പം പോയിടൂ. കമോൺ. ജീവിതത്തിൽ ലക്ഷ്യം തേടിപ്പോയിടൂ. യെസ്.
ജീവന്റെ നാഥനൊപ്പം പോയിടും. ലാലല ലാലല ലലാലല. Come on. ലലാലല. റൈറ്റ്, കൊള്ളാം. അപ്പൊ നിങ്ങൾ പാട്ട് പഠിച്ചു. ഒരു സ്റ്റെപ്പ് ചേട്ടൻ പഠിപ്പിക്കാൻ പോണ്. നോക്കിയേ, ഒന്ന് പഠിച്ചോണം. മാലാഖമാരെ പോലെ പൊളിക്കാനുള്ളതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ജീവിതം. ഓക്കെ, ജീവിതം ഒന്നേയുള്ളൂ, വെറുതെ പാഴാക്കല്ലേ. ചെയ്തേ. ജീവിതം ഒന്നേ ഉള്ളൂ, വെറുതെ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും. ചെയ്തേ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും. അത് നോക്കി ഇത് നോക്കി, വെറുതെ പാഴാക്കല്ലേ. പഠിച്ചോ? അടുത്തത് കാ കാ കാ, കാഴ്ചയ്ക്കു പിറകെ പോകാതെ. കാ നിക്കേ കേ കേ, കേൾവിക്കു പിറകെ പോകാതെ. ചെയ്തേ. അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചേ, കൂട്ടുകാരുടെ കൈ പിടിച്ചേ, കൈ പിടിച്ചേ. ആ, ലെഫ്റ്റ് റൈറ്റ് കൈ പിടിച്ചേ. എന്നെ വീശിക്കേ. കൂ കൂ, കൂട്ടുകൂടി അധികം ചാടി കറങ്ങണം കേട്ടോ. ആ, അപ്പൊ പഠിച്ചില്ലേ? അന്ന് ഈശോയുടെ അടുത്ത് നമുക്കൊന്ന് സ്നേഹം കാണിച്ചാലോ? ആർ യു റെഡി? ഓ, ഇതൊന്നും പോരാ, സ്വർഗത്തിലെ വൈബിൽ എത്തിയിട്ടില്ല. ആർ യു റെഡി? ആ, അത് വിളിച്ചു. അപ്പൊ അങ്ങനെ വേണം. ചാടി എഴുന്നേറ്റ്. ശരി ചേട്ടാ, ഞങ്ങൾക്ക് അടിപൊളി ഹൃദയം ഇട്ട് തന്നോ. ഞങ്ങള് സ്വർഗത്തിലെ വൈബ് എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. ക്ലാപ്പ്, come on. Come on. ജീവിതം ഒന്നേ ഉള്ളൂ, വെറുതെ പാഴാക്കല്ലേ. ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ, വെറുതെ പാഴാക്കല്ലേ. പിന്നെന്താണ്? അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും. അങ്ങോട്ടോടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അവിടെ ഇരുന്നും അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും. അത് നോക്കി ഇത് നോക്കി, വെറുതെ പാഴാക്കല്ലേ. അത് നോക്കി അത് നോക്കി ഇത് നോക്കി, പാഴാക്കല്ലേ. ലാലല, come on. ലാലല ലലാലല ലലാലല. Once again, ലാലല ലലാലല. കൈയടിച്ചേ. ആടിപ്പാടി. Come on. കാഴ്ചയ്ക്കു പിറകെ പോകാതെ, കേൾവിക്കു പിറകെ പോകാതെ. കാഴ്ചയ്ക്കു പിറകെ പോകാതെ, കേൾവിക്കു പിറകെ. കൈ പിടിച്ചേ. കൂട്ടുകൂടി അധികം ഒന്നുകൂടെ കൂടിയേ. കൂട്ടുകൂടി അധികം കറങ്ങാതെ, ജീവിതത്തിൽ ലക്ഷ്യം തേടിപ്പോയിടും, ജീവന്റെ നാഥനൊപ്പം പോയി. ചെയ്തേ. ജീവിതത്തിൽ പോയിടും, ജീവന്റെ നാഥനൊപ്പം പോയി. ലാലല ലാലല ലലാലല ലലാല. ചെയ്തേ ചെയ്തേ ചെയ്തേ. ലാലല. ഒന്നുകൂടെ ചെയ്തേ. ലാലല ലാലല ലലാലല. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ സ്വർഗത്തിലെ മാലാഖമാര് വളരെ ആശ്ചര്യത്തോടെ നോക്കുകയാണ്, എന്താണ് ഇപ്പൊ പരിപാടി? മാലാഖ കൂട്ടത്തിൽ നിന്ന് പിള്ളേര് വളരെ എനർജി ആണല്ലോ. ആണോ? എനർജി ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്?
അപ്പോൾ നമ്മളൊക്കെ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്ലാനും നമ്മുടെ വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുൽക്കൂടിൻ്റെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്മസിന് ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അതിനു വേണ്ടൊരു വചനം ഭക്ഷിക്കാൻ പോവാണ്. ആർ യു റെഡി? ആർ യു റെഡി? അപ്പൊ ഇന്ന് നമുക്ക് വചനം പറഞ്ഞു തരാനായിട്ട് വരുന്നത് ബ്രദർ ബൈജു ആണ്. ബൈജു ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയിൽ ഉള്ള വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറാണ് ബൈജു ചേട്ടൻ. കുറേ കാലം ഡിവൈനിൽ യൂത്ത് മിനിസ്ട്രിയൊക്കെ ആയിട്ട് കുട്ടികളുടെ ധ്യാനമൊക്കെ ആയിട്ട് ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഇപ്പോഴും ശുശ്രൂഷയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടായിയാണ്. നമുക്ക് ചേട്ടായിനെ സ്വാഗതം ചെയ്യാം. ഒരു ഏഞ്ചൽ ക്ലാപ്പ് കൊടുക്കാൻ പോവാണ്. ഏത് ക്ലാപ്പാണ്? ഓക്കെ, ഇങ്ങനെ വെച്ച് ചിറക് വെച്ച് ചിറക് മുളക്കട്ടെ. അപ്പൊ നമുക്ക് ബൈജു ചേട്ടായിനെ സ്വാഗതം ചെയ്യാം. ആർ യു റെഡി? ചാടി എഴുന്നേറ്റ് ഏഞ്ചൽ ക്ലാപ്പ് ഗോ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സന്തോഷമാണോ? സന്തോഷമാണ്. എല്ലാവരും ചേർന്നൊന്ന് ആമേൻ പറഞ്ഞേ. ആമേൻ. ഇരിക്കാം. ഈ മാലാക കൂട്ടത്തിലെ ഈ സ്വർഗത്തിലെ പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക അല്ലേ? സ്വർഗത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ വലിയ സന്തോഷമാണ് അല്ലേ? സ്വർഗത്തിൽ എന്താണ്? വലിയ സന്തോഷമാണ്. ഭൂമിയിൽ ആ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? അപ്പൊ നമ്മൾ പാടി സ്വർഗത്തിലെ സന്തോഷത്തിലാണ് നമ്മൾ പാടിയത്. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം ഏതാ? സ്വർഗത്തിലെ സന്തോഷം അല്ലേ? ഈ ലോകത്തിന്റെ സന്തോഷം അല്ല. നമ്മൾ പാടിയില്ലേ, ഇതൊന്നും അല്ല എനിക്ക് സന്തോഷം തരുന്നത് അല്ലേ? ഒരു കഥ പറയാം. കഥയിലൊരു സംഭവമാണ്. കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. ഒരു മലയുടെ താഴ്വാരത്തിൽ ഉള്ള വയലിൻ്റെ കരയിൽ കുറച്ച് ആട്ടിടയന്മാരൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. അവർ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ആടുകളൊക്കെ ഇങ്ങനെ നോക്കി പരിപാലിച്ച് രാത്രിയിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങുവാണേ. അപ്പോഴാണ് അവർക്ക് സ്വപ്നം പോലെ ഒരു സംഭവം നടക്കുക. മാലാഖമാരിങ്ങനെ വന്നിട്ട് അവരോട് പറയുകയാണ്, ഇതാ സർവജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. അവർ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ മാലാഖ പറയുകയാണ്, രക്ഷകൻ ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതാണ് അടയാളം. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഉടനെ തന്നെ പുറപ്പെട്ടു. അവരുടനെ തന്നെ പുറപ്പെട്ടു. ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടു. അപ്പോഴാണ് അവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞത്. സ്വർഗത്തിലെ സന്തോഷം എന്താണെന്നറിയാമോ? അത് ഈശോയാണ്. സ്വർഗത്തിലെ സന്തോഷം എന്താണ്? ഈശോയാണ്. ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഈശോ പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞുവാവയായിട്ട് വന്നപ്പോൾ മാതാവ് ഇങ്ങനെ ഒരു പാട്ടുപാടി. ലൂക്കാ സുവിശേഷത്തിൽ അതിൽ നമ്മൾ വായിക്കും 1-ാം അധ്യായത്തിൽ 46-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞേൻ എല്ലാവരും. രണ്ട് കൈ ഇങ്ങനെ ചങ്കിൽ ചേർത്ത് വെച്ചിട്ട് എൻ്റെ ചിത്തം എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ഹൃദയം. എൻ്റെ മക്കളെ സന്തോഷം എവിടെ? കണ്ണിലാണോ? ചെവിയിലാണോ? വായിലാണോ? അതിൻ്റെ അർത്ഥം എന്നാ? കാണുന്നതിലല്ല, കേൾക്കുന്നതിലല്ല, കുറേയൊക്കെ തിന്നുന്നതിലല്ല സന്തോഷം ഇരിക്കുന്നത്. സന്തോഷം ഇരിക്കുന്നത് എവിടെയാ? ഹൃദയത്തിൽ. അപ്പൊ അത് നമ്മളിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആരെ വസിക്കുന്നേ? ഈശോ. ഹൃദയത്തിൽ ഈശോ വസിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വരിക. ഈശോ നമ്മളെ എന്ത് പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ചത്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണം. സ്വർഗത്തിലെ സന്തോഷം ഹൃദയത്തിലുണ്ടാകണം എന്ന് പറഞ്ഞ സ്വർഗത്തിലെ സന്തോഷം
സ്വർഗത്തിലെ സന്തോഷം ഹൃദയത്തിലുണ്ടാകണം. ഹൃദയത്തിലുണ്ടാകണം. എല്ലാവരും കൈകളൊന്നും, രണ്ട് കൈയും ചങ്കിൽ ചേർത്ത് വെച്ച മോനെ. എല്ലാവരും എന്നിട്ട് നമ്മളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഫീൽ ചെയ്ത് പരിശുദ്ധ അമ്മ അങ്ങനെ പറയും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവം ആരാ? ഈശോ. അപ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷിച്ചത് ആരിലാണ്? ഈശോയിലാണ്. അപ്പോൾ അത് നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ അനുഭവിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വചനത്തിൻ്റെ രൂപത്തിൽ വരും, അപ്പത്തിൻ്റെ രൂപത്തിൽ വരും, അല്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ടോ? നമ്മുടെ ചങ്കിൽ രണ്ട് കൈ അങ്ങ് ചേർത്ത് വെച്ചേ, കണ്ണടച്ച്, എന്നിട്ട് ഈശോ നമ്മുടെ ഉള്ളിലുള്ള ആ അനുഭവത്തിൽ ഒന്ന് പറയണം. എല്ലാവരും പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എല്ലാവരും പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സന്തോഷത്തോടെ മുഖത്തൊക്കെ ആ സന്തോഷം അങ്ങ് വരണം. എല്ലാവരും എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു സന്തോഷം എപ്പോഴും വേണോ? ഒന്ന് കണ്ണടയ്ക്കാം, കൈകൂപ്പാം. എല്ലാവരുടെയും ഹൃദയത്തിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ഈശോയുടെ സന്തോഷം, ഈശോ വസിക്കുന്ന സന്തോഷം നിറയാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലും ഈശോ വസിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളും ഈശോയെ അറിയാനിടയാകട്ടെ. ഈശോയെ അറിയുന്ന എല്ലാവരും വലിയ സന്തോഷത്തിലും ആനന്ദത്തിലും നിറയട്ടെ. ഈ ക്രിസ്മസിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം എല്ലാ കുഞ്ഞുമക്കൾക്കും ഉണ്ടാകട്ടെ. ലോകം മുഴുവനും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി സന്തോഷമാണെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരു ആമേൻ പറഞ്ഞേൻ. ആമേൻ. ഉറക്കെ ആമേൻ. രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞേ ആമേൻ. ഓക്കെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യെസ് കൂട്ടുകാരെ, അപ്പോൾ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തെക്കുറിച്ചുള്ള വചനം കേട്ടോ? ഹലോ, കേട്ടോ? ഓക്കെ, അങ്ങനെയാണ് ഈ സ്വർഗത്തിലെ അടുത്ത സെഗ്മെന്റ് ആണ്. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇത് മൂന്നാമത്തെ സെഗ്മെന്റ്, വിശുദ്ധരെ പരിചയപ്പെടാം. പറയൂ. അപ്പൊ ഇന്ന് ഈ സ്വർഗത്തില് ആരാണ് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് റെഡി ആയിട്ടുള്ളത്? വേം വരാമോ? യെസ്, ഒരു കൈഡ് കൊടുക്കോ. ഓക്കെ, മോളുടെ പേര് പറയാം. അമല. അമല. അമല എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. ഇന്ന് ഏത് വിശുദ്ധരെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ ഒഡീലിയ. വിശുദ്ധ ഒഡീലിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നല്ല ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വിശുദ്ധ ഒഡീലിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഒരു പ്രഭുകുമാരിയായി ജനിച്ച വിശുദ്ധ ഒഡീലിയ ജന്മന അന്ധയായിരുന്നു. ജന്മന അന്ധയായ ഒരു സന്താനം കുടുംബത്തിന് അപമാനമാണെന്ന് കരുതി പിതാവായ അഡൽട്രിക്ക് കുട്ടിയെ കൊല്ലുവാൻ തീരുമാനിച്ചു. എന്നാൽ അമ്മയുടെ നിരന്തരമായ യാചനകൾക്കൊടുവിൽ കുട്ടിയെ കൊട്ടാരത്തിൽ നിന്നും മാറ്റി ദൂരെയുള്ള ഒരു സന്യാസിനി മഠത്തിൽ പാർപ്പിക്കുവാൻ തീരുമാനിച്ചു. കുട്ടിക്ക് 12 വയസ്സായിരിക്കെ റീജിയൻസ്ബർഗിലെ മെത്രാനായിരുന്ന വിശുദ്ധ എർഹാഡിന് ഒരു ദർശനമുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ആരോ പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി. ബോമിലുള്ള ഒരു സന്യാസിനി മഠത്തിൽ താമസിക്കുന്ന അന്ധയായ പെൺകുട്ടിയെ സന്ദർശിക്കണമെന്നും അവൾക്ക് കാഴ്ച ലഭിക്കുന്നതിനായി ജ്ഞാനസ്നാനം നൽകണമെന്നും തന്നോട് ആരോ പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി. എർഹാഡ് ഉടനെ തന്നെ ആ മഠത്തിൽ ചെന്ന് ആ പെൺകുട്ടിയെ സന്ദർശിക്കുകയും അവൾക്ക് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്തു. കൂടാതെ ഒഡീലിയ എന്ന നാമധേയവും നൽകി. അതോടുകൂടി അത്ഭുതകരമായി അവൾക്ക് കാഴ്ച ലഭിച്ചു. സ്വമേധയാ ബുദ്ധിമതിയായിരുന്ന ഒഡീലിയയ്ക്ക് കാഴ്ച കൂടി ലഭിച്ചതോടെ അവൾ പഠനത്തിൽ വളരെ വലിയ മികവുകൾ നേടാൻ തുടങ്ങി. ഇത് പലരുടെയും അസൂയയ്ക്കും ഉപദ്രവങ്ങൾക്കും കാരണമായി. തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒഡീലിയ തൻ്റെ സഹോദരനായ ഹ്യൂഗിന് ഒരു കത്തയച്ചു. ആവും വിധം തനിക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് അവൾ തൻ്റെ സഹോദരനോട് യാചിച്ചു. എന്നാൽ അവളുടെ പിതാവ്
സ്വന്തം മകളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഹ്യൂഗിൻ്റെ നിരന്തരമായ യാചനകൾക്കൊടുവിൽ പിതാവ് തൻ്റെ മകളെ സ്വീകരിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ഒഡീലിയ ഏതാനും സുഹൃത്തുക്കളോടൊപ്പം അവിടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് താപസിദ്ധികളോടെ അവിടെ കഴിഞ്ഞുകൂടി. വളരെയധികം വിശിഷ്ട സിദ്ധികൾ അനുഗ്രഹമായി ലഭിച്ചിരുന്ന വിശുദ്ധ ഒഡീലിയയ്ക്ക് വിശുദ്ധ സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 720 വിശുദ്ധ മരണമടഞ്ഞു. ഡിസംബർ 13 തിരുസഭ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും വിശുദ്ധ ഒഡീലിയെ പോലെ സ്നേഹത്തിലും കാരുണ്യ പ്രവർത്തനങ്ങളും ഏർപ്പെട്ട് ഈശോയോട് ചേർന്ന് ജീവിക്കാം. താങ്ക് യു. വളരെ മനോഹരമായിട്ട് അമല ഒരു വിശുദ്ധ ഒഡീലിയെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ഈശോയുടെ കൂട്ടുകാരെ, സന്തോഷമാണോ? പോരല്ലോ? ആർ യു ഹാപ്പി? അപ്പൊ ഈ സ്വർഗത്തില് 4ാമത്തെ രസക്കാഴ്ചയിലേക്ക് പോവാണ്. 4ാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. എന്താണ്? താലന്ത് വർദ്ധിപ്പിക്കാം. അപ്പൊ ഇന്ന് ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ ആരാണ് റെഡി ആയിട്ടുള്ളത്? ഓക്കെ, ഇവർക്കൊരു കൈ കൊടുത്തേ. കമാ. നമ്മൾ ഇവരൊന്ന് പരിചയപ്പെടാൻ പോവാണ്. മോളുടെ പേര് പറയൂ. ഏഞ്ചൽ മരിയ. ഏഞ്ചൽ മരിയ. ജെർസെ. റോസ്മരിയ. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി സോങ് അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? യെസ്, ഉണ്ണിയേശുവേ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. റെഡി? വളരെ ഗംഭീരമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാര് ഉണ്ണിയേശുവിന്റെ പാട്ട് പാടി. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഈശോയുടെ കൂട്ടുകാരെ, എന്തോ ഈ സ്വർഗത്തിന്റെ രസക്കാഴ്ചകൾ ഇങ്ങനെ കൗതുകത്തോടെ നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് രക്ഷകനായി ഒരുങ്ങാം എന്നുള്ള സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 5ാമത്തെ സെഗ്മെന്റ് ആണ് രക്ഷകനായി ഒരുങ്ങാം. എന്താണ്? രക്ഷകനായി ഒരുങ്ങാം. ആരാണ് ഇന്ന് പെർഫോം ചെയ്യുന്നത്? വരൂ, ഒരു കൈഡി കൊടുത്തേ. പേര് പറഞ്ഞേ. ഫ്രെഡ്ലിൻ സോജൻ. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ല്. ഓക്കെ, ഫ്രെഡ്ലിൻ്റെ രക്ഷകനായിട്ട് ഒരുങ്ങാന്നുള്ള സന്ദേശം നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രക്ഷകനെ ജനനത്തിനായി ഒരുങ്ങിയ മറിയത്തെക്കുറിച്ചാണ്. ദൈവകൃപ നിറഞ്ഞവളായ ദൈവം മറിയത്തെ കണ്ടു. പ്രിയരെ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം പൂർത്തിയാക്കാൻ കാരണം, നമുക്ക് രക്ഷകനെ ലഭിക്കാൻ തന്നെ കാരണം മറിയത്തിൻ്റെ കൃപ നിറഞ്ഞ ജീവിതമല്ലേ? നമുക്കും മറിയത്തെ പോലെ കൃപ നിറഞ്ഞ ജീവിതത്തിനായി പ്രാർത്ഥിക്കാം.
അപ്പോൾ ദൈവപദ്ധതികൾ നമ്മിൽ ഉണ്ടാവുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ജയ് ക്രൈസ്റ്റ്. ഓക്കെ, ഒരു ഫ്രണ്ടിന് നല്ല കൈ കൊടുത്തേ. പ്രിയ കുഞ്ഞുങ്ങളെ, ലോകം മുഴുവനും ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ചാർത്തി പുൽക്കൂട് ഒരുക്കാനുള്ള തിരക്കുകൾ, നോമ്പെടുക്കുന്നവരുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ സ്വീറ്റ്സ് മാറ്റിവെച്ച് ചില ചീത്ത സ്വഭാവങ്ങളൊക്കെ വേണമെന്ന്, ഇങ്ങനെ പല തരത്തിലായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രക്ഷകന്റെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ക്രിസ്തു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിനുവേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഇങ്ങനെ പ്രാർത്ഥിച്ചേ: എൻ്റെ ഈശോയെ, എന്റെ ഈശോയെ, പുൽക്കൂട്ടിൽ അങ്ങ് വന്ന് പിറന്നതുപോലെ എൻ്റെ ഹൃദയത്തിലും വന്നു പിറക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ ക്രിസ്തുമസ് നാളുകൾ മാത്രമല്ല, എല്ലായ്പ്പോഴും അങ്ങെനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഈശോയെ നന്ദി. ഐ ലവ് യു ജീസസ്. കണ്ണു തുറന്നേ. യെസ്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കുള്ള പരിപാടിയല്ല അല്ലേ? ക്രിസ്തു ഉള്ളിലുള്ള ആൾക്ക് എന്നും ക്രിസ്തുമസ് ആണ് അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ക്രിസ്തു അങ്ങനെയുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളുടെ ഈ സ്വർഗത്തിന്റെ രസക്കാഴ്ചകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. ഇത്ര നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ, പ്രസന്റേഷൻ, ഡാൻസ്, പാട്ട് ഇതൊക്കെ ആസ്വദിച്ച നിങ്ങളേവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. തുടർന്നും ഞങ്ങളുടെ ഈ സ്വർഗത്തിന്റെ കാഴ്ചകൾ നിങ്ങൾ കാണണം. ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത്ര നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ പുതിയ എനർജിയിൽ പുതിയ താരങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും സ്വർഗ കാഴ്ചകളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുവരെയും ദൈവം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കട്ടെ. ഈ ക്രിസ്തുമസിന്റെ നാളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നും നിലനിൽക്കാനിടയാകട്ടെ. ക്രിസ്തു എപ്പോഴും ചങ്കിലുള്ള ഒരു ക്രിസ്തു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.